അസ്സലാമലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വർത്തമാനം? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അൽഹംദുലില്ലാ, നമുക്കും സുഖമാണ് കേട്ടോ. എല്ലാവരും നോമ്പൊക്കെ നോറ്റിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് പോണില്ലേ? എല്ലാവർക്കും റാഹത്ത് തന്നെയല്ലേ? ആർക്കും കുഴക്കും തളർച്ചയും ഒന്നുമില്ലല്ലോ? അൽഹംദുലില്ലാ, അങ്ങനെയൊക്കെ പോട്ടെ. പിന്നെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാമല്ലേ? അപ്പോൾ ഇന്ന് ഏതായാലും നമ്മൾ ഭയങ്കര ക്ഷീണിച്ചൊരു ദിവസമാണ് കേട്ടോ. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ക്ഷീണമൊന്നുമില്ല, നമ്മൾ രാവിലെ കൊടുക്കണതല്ലേ. പിന്നെ എന്താണെന്നില്ലൊക്കെ വൈക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇന്ന് നല്ലൊരു 8ൻ്റെ പണി കിട്ടിയ ദിവസങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇന്ന്. അപ്പോൾ ഏതായാലും രാവിലെ നമ്മൾ പാത്രമൊക്കെ ഒന്ന് മോറി എടുക്കുകയാണേ. കുറച്ച് പാത്രങ്ങളൊക്കെ തന്നെ ഉള്ളു മോറാൻ, ഒക്കെ പെരച്ചക്കന്നെ നമ്മൾ മോറി വെക്കണമാണ് കേട്ടോ. പിന്നെ രാവിലെ പിന്നെ ഈ പാത്രം മോറാൻ വേണ്ടി നിൽക്കണ്ടല്ലോ. പിന്നെ രാവിലെ പിന്നെ നമുക്ക് എന്താടണം, അടിച്ചു വരാനും തുടക്കാനും മുറ്റടിച്ചു വരാനും തിരുമ്പാനും ഒക്കെ തന്നെ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ ചായയും കടി ഉണ്ടാക്കണ്ട, ചോറും കൂട്ടാനും ഉണ്ടാക്കണ്ട, അതൊന്നുമില്ല. നല്ല സുഖം. അതിനും വേണ്ടി മക്കളെ നേരം ഒരു 3 മണി അല്ലെങ്കിൽ ഒരു 4 മണി ആയാലുണ്ടല്ലോ, പടച്ച തമ്പുരാനെ നിങ്ങളോട് പറയുകയാണെങ്കിലേ അടുക്കളയിൽ കിടന്നങ്ങോട്ട് പൊരിയണം. അങ്ങനെയാണല്ലേ എല്ലാവരും. ഈ നോമ്പായാലും അങ്ങനെ തന്നെയാണ്. അപ്പം നമ്മൾ വിചാരിച്ചു നോമ്പായാൽ നല്ല സുഖമാണ്, പണിയൊന്നും ഉണ്ടാവില്ല. ഒക്കെ കണക്ക് തന്നെയാണ്. രാവിലെ പൊട്ടിപ്പൊരിയണത് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ പൊട്ടിപ്പൊരിയണം, അത്ര തന്നെ. അപ്പോൾ ഏതായാലും നമ്മൾ പാത്രങ്ങളൊക്കെ ഒന്ന് മോറിയെടുത്ത് കഴിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പറയാനുള്ളതേ ഒരു കാര്യം പറയാൻ മറന്നു. അപ്പോൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടു നോക്കണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളൊരു പെരയത്തെ ഒരാളാക്കി കണ്ട് നമ്മളെയും കണക്കൂട്ടിക്കോളി. കാരണം എന്നും വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ മൊബൈൽ വരുമ്പോൾ കാണുമ്പം ഞാൻ നിങ്ങളെ പേരിലെ ഒരാളായി നിങ്ങൾ കണക്ക് കൂട്ടുക, അതാണ് നമ്മൾ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാത്രമൊക്കെ മോറി, പിന്നെ നമ്മൾ ഫ്രൂട്ട് സലാഡൊക്കെ തന്ന പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മോറി എടുത്തു. അടുപ്പും വീതനയും ചോറൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടു. പിന്നെ ഇതാക്കണേ, അതൊക്കെ പെലച്ചൊക്കെ കഴിഞ്ഞ് പിന്നെ രാവിലെ ഇതാക്കണേ നമ്മളെ വൈതലങ്ങ മരത്തുമ്മ ഒരു 3-4 വൈതലങ്ങ ഉണ്ടായിക്കണം കേട്ടോ. നോലുമ്പായതുകൊണ്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ വലിയൊരു കോളൊന്നും ഉണ്ടാവില്ല കേട്ടോ. എന്നാലും നമ്മളിതിങ്ങനെ ഉണ്ടായി കണ്ടപ്പോൾ മനസ്സിനൊരു തൃപ്പതി, മനസ്സിനൊരു സമാധാനം. നമ്മൾ കുഴിച്ചിട്ടൊരു വൈതലങ്ങ മരത്തുമ്മ 2-3-4 വൈതലങ്ങ കണ്ടപ്പോഴേ, അപ്പം അത് വെച്ച് തിന്നണീനല്ല, അത് പറിച്ച് കാണ്ട് വെക്കണീലാണ് നമുക്കൊരു സന്തോഷം കേട്ടോ. നോലുമ്പായതുകൊണ്ട് വലിയൊരു കോളൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇത് ഉപ്പേരി വെച്ച് തിന്നാൻ. എന്നാലും അൽഹംദുലില്ലാ നമ്മൾ പറിച്ചിക്കണേ. നമുക്ക് ഇനി കുറച്ച് കഞ്ഞിയൊക്കെ വെച്ച് കാണ്ടൊക്കെ ഉണ്ടാക്കിക്കാണ്ടൊക്കെ തിന്നാം. അപ്പോൾ ഏതായാലും ഞാൻ പറിച്ചിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഇതാക്കണേ, ഒരു 4-5 ഉണ്ട്. ഒരു പച്ചയും 3-4 നീലിയാണ് കേട്ടോ. പിന്നെ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഇന്നാളത്തെ മാതിരി തന്നെ പണി കിട്ടിയാണ് കേട്ടോ. നമ്മൾ നെല്ലുത്തേരിൻ്റെ അരി കൂടെ കൊണ്ടുപോയിക്കാണ്ട് ഗോതമ്പ് ഇട്ടു കേട്ടോ. പടച്ച തമ്പുരാനെ 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ 8ൻ്റെ പണി. ഇനിയിപ്പോൾ അതൊന്ന് വേർതിരിച്ചാൽ ഞാൻ പെട്ടൊരുപാട് പറയാനുണ്ടോ. ഇന്നേതായാലും ഒക്കെ ഒരു കുരുത്തം കെട്ടൊരു ദിവസമാണ് കേട്ടോ. ഒക്കെ തല തിരിഞ്ഞിട്ടുള്ള ദിവസമാണ് മക്കളെ. ഏതായാലും ചേറിയും പൊറുക്കിയും അരി വേറെയും പിന്നെ ഗോതമ്പ് വേറെയും ആക്കിയിട്ടുണ്ടോ. ഒന്നാമത്തെ നമ്മളെ ശ്രദ്ധക്കുറവാണ്. നോമ്പൊക്കെ നോറ്റ് തലി കയറിക്കണമെന്നുണ്ട്. ആകെ 6 നോമ്പായിട്ടുള്ളൂ. അപ്പോത്തിന് എന്താ നോമ്പ് തലി കയറിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇടുന്നതൊക്കെ ഓരോ പേവാണ്. പിന്നെ തിരുമ്പാനുള്ളതൊക്കെ മെഷീനിലിട്ടോ. അപ്പോൾ 2 ദിവസത്തെ കൂടുമ്പോഴാണ് നമ്മൾ മെഷീനിലിടുക. എന്നെങ്കിലും മെഷീൻ ഓണാക്കുമ്പം നമുക്ക് ലാഭമുള്ളൂ, അല്ലെങ്കിലോ എന്നിപ്പോൾ ഓണാക്കിയാലും മുതലാവില്ലല്ലോ മക്കളെ. അങ്ങനെ മെഷീനിൽ സോപ്പും പൊടി ഒക്കെ ഇട്ട് വെള്ളം പാരണ്ട കേട്ടോ, ഓട്ടോമാറ്റിക്കാണ്, അതന്നെ വന്നോളൂ. പിന്നെ കുറച്ച് കല്ലുമ്മ തിരുമ്പാണ്ട്, ഇഞ്ച മാക്സി ഉണ്ട്, പിന്നെ വലിയവൻ്റെ 2-3 ടീഷർട്ട് ഉണ്ട്, സനുവിൻ്റെ യൂണിഫോം ഉണ്ട്, ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് കല്ലുമ്മ തിരുമ്പിയാലും ശരിയാവുള്ളൂ. അങ്ങനെ തിരുമ്പലും തുടക്കലും ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഇതാക്കണം അക്ഷയ്ക്ക് വയ്ക്കണം കേട്ടോ. എന്തിനാ? കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കാരണം പഠിച്ച തമ്പുരാനെ നമ്മളിപ്പോഴാണ് അറിഞ്ഞത്. നമ്മളേതായാലും അക്ഷയയിൽ പോയി നേരം 10 മണിയാകുമ്പോൾ പോയി കുത്തിർന്ന് ലോറാൻ കൊടുത്തപ്പോഴാണ് നമ്മളവിടെ നിന്ന് പോകുന്നത്. ലോറ് നിസ്കരിച്ച് കഴിഞ്ഞ് നമ്മളെന്താട്ടി മുസാഫൊന്ന് ഓതി കുത്തിർക്കാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ 2ാമത് അക്ഷയയിൽ ചെന്ന് കണ്ട് നമ്മളോട് പറഞ്ഞ് പിന്നെ ജാതി സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ് കൊടുത്തിക്കണേ. അപ്പം വില്ലേജ് പോയി പറഞ്ഞാൽ പെട്ടെന്ന് ശരിയാവുമെന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്തിനാപ്പം ഇത്ര പെട്ടെന്ന് ഇങ്ങനെ അവിടെയൊക്കെ പോയി ശരിയാക്കണേ. അതെന്താണെന്ന് വെച്ചാൽ നമ്മളെ സ്കോളർഷിപ്പിൻ്റെ കാലാവധി 9-ാം തീയതി വരെ ഉള്ളൂ എന്ന് പറഞ്ഞു. നമ്മൾ കൊടുത്തത് വെള്ളിയാഴ്ചയാണ്, ഇന്നലെയാണ് കൊടുത്തത്. അപ്പോൾ പിന്നെ വില്ലേജ് ഓഫീസറൊക്കെ പോയി പറഞ്ഞാൽ പെട്ടെന്ന് ശരിയാകുകയാണെങ്കിൽ അതല്ലേ. പിന്നെ ശനി പിന്നെ ഞായർ ദിവസവും കഴിഞ്ഞില്ലേ. നമ്മളേതായാലും മണ്ടിപ്പാ നിങ്ങളോട് പറയുകയാണെങ്കിൽ ശരിയാക്കി കഴിഞ്ഞപ്പം നമ്മളെ ഡേറ്റ് മാറ്റിക്കണം കേട്ടോ. 13-ാം തീയതിക്കൊക്കെ ആക്കിയെന്ന് പറഞ്ഞേ. പിന്നെ ഏതായാലും അക്ഷയയിൽ ചെന്ന് കാണ്ട് ആധാറിൻ്റെയും റേഷൻ കാർഡിൻ്റെയും പിന്നെ
കുട്ടികളെ പാസ്ബുക്കിൻ്റെ ഒക്കെ ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് വന്ന് പോത്തിന് പെരയിലെത്തിയപ്പോത്തിന് 4 മണി. റബ്ബേ ചായക്ക് കടി റബ്ബേ ഇനിയിപ്പോൾ എന്താ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ വിചാരിച്ചു നൂൽപുട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് നൂൽപുട്ടൊന്നും പീച്ചാലൊരു ആരോഗ്യമൊന്നും പിന്നെ ഇല്ല കേട്ടോ. അതിൽ പിന്നെ നമ്മൾ എന്താട്ടിന്ന രണ്ടും കൽപ്പിച്ച് പിന്നെ നമ്മൾ വിചാരിച്ച് പൊറാട്ട കൊണ്ടുവരാമെന്ന്. അത് ഇന്ന് മകനോട് പറഞ്ഞപ്പോൾ മകൻ പറഞ്ഞു ഞാൻ കുഴങ്ങിക്കണേ നിങ്ങൾ നെയ്ച്ചോറ് വെച്ചളിയാറ്. എന്നാൽ പിന്നെ ഞാൻ നെയ്ച്ചോറാക്കാമെന്ന് അപ്പം നമ്മൾ വിചാരിച്ചിരുന്നത്. വേഗം കുറച്ച് ഉള്ളിയും തക്കാളിയും വാട്ടിക്കാണ്ട് നമ്മൾ കുറച്ച് കോഴി ഉണ്ടായിനി വെള്ളത്തിലിട്ട് വെച്ചിരിക്കണേ അതിട്ടുകാണ്ട് ഒരു ചാറും വെക്കാം നെയ്ച്ചോറും വെക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ കോഴിയൊക്കെ കേകി നമ്മൾ ഇട്ടെടുത്തുക്കണം കേട്ടോ. പടച്ചോനെ എയിലെങ്കിലൊക്കെ ഒന്ന് പോയി വന്നാൽ പിന്നെ അന്നത്തെ ദിവസം പറയണ്ട കുഴങ്ങിയിട്ട് നോൽമ്പാണെങ്കിലും അല്ലെങ്കിലും കണക്ക് തന്നെയാണ്. നോൽമ്പ് അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമുക്ക് കുടിച്ചാൽ നോൽമ്പിന് ഇപ്പം അത് പറ്റൂലല്ലോ. ഏതായാലും കുത്തിർന്നോ നീച്ചുകൊണ്ട് കണക്കാക്കി നേരം 4 മണിയായില്ലേ. മക്കളൊക്കെ നോൽമ്പ് നോറ്റിക്കണേ പിന്നെ ചായക്കടി ഉണ്ടാക്കാൻ പറ്റൂലല്ലോ. പിന്നെ അതാക്കണേ ഞാൻ കുക്കർ വേണ്ട അടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് ഏലക്കായും പട്ടിയും ഗ്രാമ്പും ഇട്ടുകൊടുത്ത് ഒരു വല്ലുള്ളിയാണ്ട് അരിഞ്ഞിട്ടെടുത്ത് നമ്മൾ കുറച്ച് വെള്ളമാണ് പാർന്ന് ഒരു 200 അരി നമുക്ക് കുക്കറിലാണ്ട് ഇട്ട് കൊടുക്കാമെന്നാണ് വിചാരിച്ചിട്ടോ. പിന്നെ പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് മൈദയും ഒക്കെ കൂട്ടിയും വെച്ചിരിക്കണം കേട്ടോ. പിന്നെ അരിയൊക്കെ ഇട്ടെടുത്ത് ഇളക്കി കൊടുത്ത് നമ്മളെ കുക്കറൊന്ന് അടച്ചും വെച്ച് നമ്മളെ ചാറ് അപ്പോത്തിന് സെറ്റായി വന്നിക്കണം കേട്ടോ. അപ്പോൾ എന്താക്കണേ ഒന്നും കൂടെയൊക്കെ തിളച്ച് വേകാനുള്ളൂ. ഒന്നും കൂടെയൊക്കെ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് നെയ്ച്ചോറും പിന്നെ പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇതാക്കണേ നമ്മൾ പഴമൊക്കെ ഇതാക്കണേ ഒന്ന് അരിഞ്ഞ് വെച്ചിക്കണം കേട്ടോ. വലിയതാക്കിയല്ല ചെറുതാക്കിയാണ് കേട്ടോ പൊരിച്ചത്. ആ ഓയിലൊക്കെ പാർന്ന് ചൂടാക്കിയിട്ട് നമുക്ക് നമ്മളെ പഴം ഓരോന്നോരോന്ന് നമുക്ക് ഇട്ട് പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പൊരിച്ചാൽ നേരത്തെ കുറച്ച് റവയും കൂടി ഇട്ട് കൊടുത്തപ്പോൾ നല്ല ഉസാറായിട്ട് പൊള്ളച്ച് വന്നിക്കണം കേട്ടോ. അപ്പോൾ വെച്ച് തോന്നി കുറച്ച് നേരത്തെ തന്നെ ഈ റവ ഇട്ടുകാണ്ട് കൂട്ടി വെച്ചിക്കണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടിയൊക്കെ ഒന്ന് പൊന്തി വന്നിനിയും തോന്നി. പിന്നെ ഞാൻ ഇതിലേക്ക് അപ്പസോഡയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. മൈദയും നമ്മളെ കുറച്ച് മഞ്ഞൾപ്പൊടിയും പഞ്ചസാരയും പിന്നെ ഇപ്പം എന്താ റവയും അതാണ് ഇട്ട് കൊടുത്തിക്കണത്. എന്നിട്ട് പിന്നെ നല്ലോണം ഒന്ന് കുഴച്ച് സെറ്റാക്കി എടുത്തു. പിന്നെ പഴംപൊരി ഓരോന്നോരോന്ന് മുക്കി പൊരിച്ചാണ് കേട്ടോ. അങ്ങനെ ഇതാക്കണേ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളെ പഴംപൊരി ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് പൊള്ളച്ചൊക്കെ വന്നിക്കണേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പഴംപൊരിയൊക്കെ ഓരോ സെറ്റായി വരുന്നുണ്ട്. പിന്നെ ചോറ് ഇതാക്കണം നല്ല അടിപൊളിയായിട്ടുള്ള നെയ്ച്ചോറാണ് കേട്ടോ വെച്ചിരിക്കണത്. അങ്ങനെ അതായി നമ്മളെ പഴംപൊരീൻ്റെ ഒക്കെ ഒരു ചുർക്കൊക്കെ ആണ് നിങ്ങൾ നല്ല ഗ്ലാമർ ഉണ്ടല്ലേ കാണാൻ. നല്ല തരിതരിയൊക്കെ ഉണ്ടായിട്ട് റവ ഇട്ടുകൊണ്ടാണ് തരിതരിയായി ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഇതാക്കണേ അത് കഴിഞ്ഞ് നമ്മൾ വെള്ളം കലക്കിക്കണം കേട്ടോ. കുറച്ചൊന്നെ ജ്യൂസ് കുടിച്ചതിനെക്കാട്ടും നല്ലത് ഇങ്ങനത്തെ കുറച്ച് വെള്ളം കുടിച്ചാണ്. ഇതായാൽ ദാഹം പെട്ടെന്ന് മാറും. ജ്യൂസ് ആകുമ്പോൾ വലിയൊരു എന്തുണ്ടാവില്ല. വെള്ളം കുടിച്ചാലാണ് റാത്താകുക. പിന്നെ പപ്പടം പൊരിച്ച് നെയ്ച്ചോറല്ലേ പപ്പടം വേണം മക്കൾക്ക് കിട്ടും. അമ്മ പപ്പടം പൊരിച്ചോ ചോദിച്ചു. അപ്പം എന്നാൽ പിന്നെ ആ ചോദിച്ചതിൻ്റെ ഇടയ്ക്ക് തന്നെ കുറച്ച് പപ്പടം പൊരിച്ചിട്ട് അപ്പം അതിലിട്ടിട്ട് കൊള്ളില്ല. അപ്പം ഞാൻ എന്താട്ടിയും പകുതി ആക്കിയിട്ടാണ്. അപ്പം തുറക്കുമ്പോൾ കൂട്ടാനും പിന്നെ പെലച്ചക്ക് കൂട്ടാനുമാണ് വെച്ചിരിക്കണത്. അപ്പം അങ്ങനെ നോമ്പൊക്കെ തുറന്ന് ഇൻഷാല്ലാ പുതിയ വീഡിയോയിട്ട് നാളെ.